ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഞാൻ കഴിക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. അപ്പോൾ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം കുടിക്കും. കുറച്ചല്ല, അത്യാവശ്യം നല്ല വെള്ളം കുടിക്കും. അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ കുറച്ച് നട്ട്സും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാലും കുടിക്കും കേട്ടോ. എൻ്റെ ഒരു ഡേയിലെ ഫസ്റ്റത്തെ ഫുഡാണ് കേട്ടോ ഈ ഒരു നട്ട്സും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാലും. ചില സമയത്ത് ഞാൻ ബൂസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് കഴിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പാലായിട്ട് തന്നെ കുടിക്കും. അപ്പം ഞാൻ 7 നേരമായിട്ടാണ് ഫുഡ് കഴിക്കുക ഈ ഒരു ടൈമിൽ. അതായത് ഈ ഒരു നട്ട്സൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ഞാനൊരു പഴം കഴിക്കും കേട്ടോ. പഴം ഞാൻ ഒന്നെങ്കിൽ ഇങ്ങനെ വെറുതെ കഴിക്കും, അല്ലെങ്കിൽ പുഴുങ്ങിയിട്ടോ നെയ്യിൽ വാട്ടിയിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും ഓരോ ദിവസം ഓരോ പോലെ കേട്ടോ കഴിക്കുക. പിന്നെ ഞാൻ വിചാരിച്ചു നെയ്യിൽ വാട്ടിയിട്ട് കഴിക്കാമെന്ന്. ഒരു പഴമേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യം ഇങ്ങനെ പഴം സ്ലൈസ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നെയ്യ് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മിൽമേൻ്റെ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഒരു നെയ്ക്ക്. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റിന് വേണ്ടി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ സ്പ്രെഡ് ഇങ്ങനെ വിതറി കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഹലോ, അപ്പോൾ ഇപ്പം സമയം 1:30 ആയിട്ടോ. ഞാനൊരു 1 മണി 1:30ൻ്റെ ഉള്ളിലാണ് ലഞ്ച് കഴിക്കാറ്. അപ്പോൾ ഇന്ന് ലഞ്ചിന് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ലഞ്ചിന് ഒരു പച്ചക്കറിയാണ് കേട്ടോ. ഇത് മുരിങ്ങയിലേൻ്റെയും അതുപോലെ തന്നെ പരിപ്പും കൂടെ ഇട്ടിട്ടുള്ളൊരു കറിയാണ്. പിന്നെ അത് പച്ചക്കായൻ്റെ ഉപ്പേരി ഉണ്ട്, പിന്നെ കോഴിമുട്ട പൊരിച്ചതുമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങും കേട്ടോ. പിന്നെ അതിന് ശേഷമാണ് ബാക്കി ഫുഡൊക്കെ കഴിക്കുക. അധികം ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ ഇന്ന് ഓറഞ്ച് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഓറഞ്ചാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും പൊമഗ്രനേറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് കഴിക്കുക. അപ്പോൾ അമ്മ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ് വന്നാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അത് കഴിക്കുമ്പോഴത്തേക്കും സമയം ഒരു 6:30 ആവും ഉണ്ടാക്കിയൊക്കെ വന്ന് കഴിക്കുമ്പോഴത്തേക്കും. ഇതിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് റാഗീനെ കൊണ്ട് ഒരു ചെറിയൊരു കുറുക്ക് പോലെ ഉണ്ടാക്കിയിട്ട് തന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ പാലൊഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പാലൊഴിക്കാതെ ജസ്റ്റ് ചൂടുവെള്ളത്തിലാണ് കേട്ടോ അത് കുറുക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ ശർക്കരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതാണ് ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ രാത്രിക്ക് ഭക്ഷണം കഴിക്കണം. രാത്രി ഞാൻ ചപ്പാത്തിയാണ് കഴിക്കാറ്. ചില ദിവസം മാത്രം ചോറ് കഴിക്കാറുള്ളൂ. അപ്പോൾ ചപ്പാത്തിക്ക് എഗ് റോസ്റ്റ് തന്നെയാണ് കേട്ടോ. എഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് രാത്രി എഗ് കുറച്ച് മഞ്ഞളും അതുപോലെ കുരുമുളക് പൊടി ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിരിക്കാം. ഹലോ, അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇന്നത്തെ ഈ ഒരു വീഡിയോ, അതായത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ലാസ്റ്റ് കഴിക്കുന്ന ഒരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് പാൽ കുടിക്കും. പാട അരിച്ച് കളഞ്ഞിട്ട് കുടിക്കുകയാണ് ചെയ്യുക. ഒരു 9:30-10 മണിൻ്റെ ഉള്ളിലാണ് കേട്ടോ കഴിക്കുക. അതായത് കിടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നെങ്കിൽ നമ്മൾ ഫുഡ് മൊത്തം കഴിച്ച് ഒന്ന് റെഡി ആയിട്ട് വേണം കിടക്കാൻ എന്നാണ് പറയാം. ഇതാണ് എൻ്റെ ഒരു ഡെയിലി ഫുഡ് റൂട്ടീൻ, അത് ഈ പ്രഗ്നൻസി ടൈമിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും മറക്കാതെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.